അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താ പറയാ, നിങ്ങൾ ആരാ, ദൈവോ? ഞാനൊന്ന് ചിരിച്ചു. ഞാനൊന്ന് ചിരിച്ച് തലയാട്ടിയിട്ട് ഒരു മറുപടിയും അദ്ദേഹത്തിന് കൊടുത്തില്ല. ഇയാളുടെ ചോദ്യം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഞാനും കരുതി. അന്ന് എൻ്റെ വേദനിച്ച മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈശ്വരൻ അത് നടത്തി. ഇന്ന് എന്നോട് ആ ചോദിച്ച മനുഷ്യൻ ഇന്ന് എവിടെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുന്നതായും ഞാൻ ഒന്ന് പറയുന്നു, സാറേ ഒരിക്കലും. ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മൾ തമ്മിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആരാ, ദൈവമോ? അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു. അതെന്താണ് ഇദ്ദേഹത്തിന് അതിന്റെ വിശദീകരണം തരാനുള്ളത്? അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങളുടെ വീട്ടില് ലൈൻ, ഞാനന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ലൈൻ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലൈൻ ഫോൺ എന്ന് പറഞ്ഞാൽ എവിടെയും നമുക്കൊന്ന് വിളിക്കണമെന്ന് വെച്ചാൽ പാടാ, കിട്ടത്തില്ല. എപ്പോ വിളിച്ചാലും അതിന് ഓരോ പ്രശ്നങ്ങളാണ്. അങ്ങനെ ആയപ്പോ ഞാൻ നിത്യവും ഞാൻ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പം ഒരാൾ പറയാം അവിടെ ഇട്ടില്ല, പിന്നെ അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. അവസാനം അവിടെ ചെല്ലുമ്പം ഈ ആള് ഇല്ല, ലീവാ. പിന്നെയും ചെല്ലുമ്പം പിറ്റേന്ന് ചെല്ലുമ്പം ലീവാ. അങ്ങനെ ഓരോ കാര്യങ്ങള്. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നപ്പം സൂക്ഷം പോലെ പുള്ളിയെ കണ്ടു. അത്യാവശ്യം ഫോൺ അയലത്ത് വീട്ടിലൊക്കെ ചെന്നൊന്ന് ചെയ്യുന്നത്. അന്ന് ഈ മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ചെന്നപ്പോ ഇദ്ദേഹത്തിനെ കണ്ട് ചെന്നപ്പോഴത്തേക്ക് ഇന്ത്യ അയാളുടെ ആണ്, ഈ ഭാരതം അയാളുടെ ആണ് എന്നുള്ളൊരു മട്ട്, BSNL പുള്ളിയുടെ കുത്തകയാണ് എന്നുള്ളൊരു മട്ടിൽ എന്നോട് പെരുമാറി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എത്ര ദിവസം ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, എന്തിനെങ്ങനെ വന്നു പോന്നേ? ഞാൻ പറയാം, വീട്ടിലെ ഫോൺ അത് എന്തോ കുഴപ്പം, അത് നിങ്ങൾ അല്ലേ യൂസ് ചെയ്യുന്നേ, അത് ഫോണല്ലേ ചീത്തയാവും, അതിനെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, സാർ അത് ഒരുപാട് നാളുകൊണ്ട് ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, അതൊന്ന് ശരിയാക്കാൻ ആരെങ്കിലും വിട്. എത്ര ദിവസം എന്നാ ഇത് വന്നേ? ഞാൻ പറഞ്ഞ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ വാക്കിനെ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നു, എന്നെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ, സാറേ ഇത് പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ BSNL വലിയ വിലയല്ലേ, ഭയങ്കര വിലയല്ലേ. അപ്പൊ ഞാൻ ഗതി കെട്ടപ്പം, സഹി കെട്ടപ്പം ഇയാളുടെ എന്നെ പരിഹാസം, ഇയാളെ പരിഹസിച്ചോണ്ട് ഞാൻ പറഞ്ഞ സാറേ ഇതൊക്കെങ്കിൽ ഒക്കുമെന്ന് പറയില്ലെങ്കിൽ എന്താ വെച്ചാലുള്ള വഴി ഞാൻ പോയാണ്. അപ്പൊ ഞാൻ പോയാന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങ് പൊക്കൂടായിരുന്നോ? ഞാനങ്ങ് പോയാന്ന് പറഞ്ഞപ്പോ പിന്നെ അയാൾ അവിടുത്തെ മെയിൻ ആളാ. അപ്പം മിക്കവാറും ഇപ്പൊ പ്രായം ചെന്നൊക്കെ ഇതൊക്കെ കേൾക്കണം. കാര്യം എന്ന് വെച്ചാലേ ഇയാളുടെ അടുത്ത് ഞാൻ പറയാം, സാറേ എങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിന്ന് പൊക്കൂടെ എന്ന് ചോദിച്ചപ്പം എനിക്കത് വല്ലാത്ത വിഷമമായി. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറയാം, സാറേ ഞാൻ സുദർശനൻ, നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയാം, നിങ്ങളുടെ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ അഹങ്കാരം, നിങ്ങളുടെ സംസാരം, ഇതിനെല്ലാം നിങ്ങൾക്ക് തിരിച്ചടി വരും ഒരു നാൾ. കാരണം നിങ്ങളുടെ BSNL-നേക്കാൾ മികച്ച രീതിയിൽ കമ്പിയില്ല വയർലെസ് പോലുള്ള സിസ്റ്റങ്ങള് ഇവിടെ വരും. നിങ്ങളെല്ലാടും കമ്പിയും കെട്ടിയല്ലേ ഫോൺ ഉണ്ടാക്കുന്നത്. ഇതൊന്നുമില്ലാത്ത സംവിധാനത്തോടു കൂടിയുള്ള സംവിധാനം ഇവിടെ, ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു സംവിധാനം ഇവിടെ വരും. അല്ലെ സാർ കണ്ടോ, ഞാനാ പറയുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താ പറയാ, നിങ്ങൾ ആരാ, ദൈവോ? ഞാനൊന്ന് ചിരിച്ചു. ഞാനൊന്ന് ചിരിച്ച് തലയാട്ടിയിട്ട് ഒരു മറുപടിയും അദ്ദേഹത്തിന് കൊടുത്തില്ല. ഇയാളുടെ ചോദ്യം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഞാനും കരുതി. ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇറങ്ങി പോരുന്നു. ഞാനിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിറ്റേന്ന് എനിക്ക് ആറ്റിങ്ങിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോണത്, രാജൻ എന്ന് പറയും. പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് വീട്ടില് അമ്മ പറയുന്ന, മോനെ അവിടുന്ന് ഫോൺ ശരിയാക്കാൻ ആള് വന്ന് ഫോൺ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ആർക്ക് വേണം ഫോൺ? ഇനി ഞാൻ അതിനകത്ത് തൊടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഞാനത് തൊടത്തില്ല, എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എൻ്റെ വേദനിച്ച മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈശ്വരൻ അത് നടത്തി. മൊബൈൽ പോലെ, ശരിയല്ലേ? മൊബൈൽ പോലെ നടത്തി. ഇന്ന് എന്നോട് ആ ചോദിച്ച മനുഷ്യൻ ഇന്ന് എവിടെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുന്നതായും ഞാൻ ഒന്ന് പറയുന്നു, സാറേ ഒരിക്കലും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരും ഒരു കസേരയിലിരുന്ന് അഹങ്കരിക്കരുത്. നിങ്ങളുടെ പദവി അത് ദൈവികമായ ഈശ്വരൻ തന്ന ദാനമാണെന്ന് നിങ്ങൾ കരുതി വേണം നിങ്ങൾ അതിനെ കാണേണ്ടെന്ന്.
ഏതെങ്കിലും ഒരു സാധാരണക്കാർ പാവങ്ങൾ വന്ന നിങ്ങൾ അവരുടെ ഡ്രസ്സ് കണ്ടിട്ടോ അവരുടെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ സൗന്ദര്യം കണ്ടിട്ടോ അല്ല തൊലി വെളുപ്പ് കണ്ടിട്ടോ ഒന്നും ആവരുതും ഒരു വ്യക്തിയോട് ഇടപെടേണ്ടുന്നത്. ഞങ്ങൾ വരുമ്പം ഞങ്ങളുടെയൊക്കെ ഓരോ പിന്നെ രൂപയുടെയും അംശമാണ് നിങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുതിർന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും പറയാണ്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഒരു ചെറിയ ഒരു എളിമത്വവും ഒരു ഭക്തിയും നല്ലതാണ്. ഈ വരുന്നതും ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളെപ്പോലുള്ള പഠിത്തം പത്രോസോ അല്ലെങ്കിൽ ഉന്നത ശമ്പളങ്ങളൊന്നും വാങ്ങുന്നവരായിരിക്കില്ല. പക്ഷേ അന്ന് ആ ഉദ്യോഗസ്ഥന്റെ അഹങ്കാരം പിടിച്ച ആ ഒരു ചോദ്യം, നിങ്ങളാരോ ദൈവമോ എന്നാ ചോദിച്ചതിന് ഞാൻ മറുപടി പറയാൻ നിന്നില്ല. ഞാൻ മറുപടി പറഞ്ഞില്ല, ചിരിക്കുക ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ മടങ്ങി വന്നു. സാറേ, ഇത് സാർ എവിടെങ്കിലും ഇരുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് സാർ അറിയുക. സാർ ചോദിച്ചല്ല ദൈവമാണ്, ഞാൻ ദൈവമല്ല, ഒരു എളിയ ഒരു ചെറിയ ഒരു ഈശ്വര ഭക്തൻ, ഒരു കൃഷ്ണഭക്തൻ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ ആരും ചെയ്യരുതും. സാറ് ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം, ഇല്ല എന്തോ. പക്ഷേ എന്തോ ആണേലും എല്ലാ പ്രസ്ഥാനങ്ങളിലെ മുതിർന്ന സ്ഥാനത്തിരിക്കുന്നവരോടുകൂടി ഞാൻ പറയുകയാണത്, എപ്പോഴും നമ്മൾക്ക് വിനയമാണ്. നമ്മൾ എത്ര ഉയരങ്ങളിൽ ചെന്നാലും നമ്മളുടെ ശിരസ്, നമ്മൾ എത്ര പടി കയറിയാലും നമ്മുടെ തല ഇങ്ങനെ ഇരിക്കില്ല, നമ്മുടെ ശിരസ് താന്നേയിരിക്കും. അത് നമ്മൾ ഓർക്കണം. അത് ഓർമ്മയിൽ എന്നും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ന് തട്ടിയ വേദന ഇന്നത് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ വേദനയുടെ കാഠിന്യം നമുക്ക് ചിന്തിക്കാം. അന്നത്തെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടിയ വേദന എത്ര പവർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഹൃദയത്തിൽ തട്ടി എന്നെ അത്രയ്ക്ക് എന്നെ പരിഹസിച്ച് ഞാനാരാ ഈശ്വരനോന്നു, അത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം ഈശ്വരനാണല്ല, ഈശ്വരനേക്കാൾ വലിയവനായിട്ട് ആരും ഭൂമിയിലില്ല. പിന്നെ ധനം കൊണ്ട് ചിലരൊക്കെ വലിയവരാവുന്നു എന്ന് കരുതി നമ്മളെ ഒരിക്കലും ഞാനും ഒരു ധ്യാനം എത്ര ധ്യാനം ചെയ്താൽ എന്ത് ചെയ്താലും ആ സൃഷ്ടാവ് തന്നെയാണ്, അച്ഛൻ തന്നെയാണ്, അമ്മ തന്നെയാണ്. അവർക്ക് മേളിൽ നമുക്ക് പോകാൻ പറ്റില്ല. അത് അവര് നമ്മളെ ഒപ്പത്തിന് ചിലപ്പം എടുത്തിരുത്തിന്നിരിക്കും, എന്നാലും നമ്മൾ ഒരുപടി താഴെ നമ്മൾ ഇരിക്കാൻ പാടും. നമ്മളെപ്പോഴും വിനയമാണ് വേണ്ടത്. എപ്പോഴും ശാന്തമായി ചിന്തിക്കണം, ആരെയും പരിഹസിക്കരുതും, ആരെയും കൊച്ചായി കാണരുതും. ഒന്നുമില്ലെങ്കിലും നാളെ ഒരാളുടെ അവസ്ഥയും കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അല്ലേ, 2006 ഇത് കൊണ്ടു കൊടുത്തപ്പം എന്നെ പരിഹസിച്ച് വിട്ട ആളിന്റെ മുന്നിൽ ഇന്ന് വർഷം എത്ര കഴിഞ്ഞു, ഇന്ന് 2026 ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആ കാര്യം അയവിറക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം, ഞാൻ ഇതിന്റെ പിന്നിൽ തന്നെ ആയിരുന്നല്ലോ. ഇവർക്കെല്ലാം ചിന്ത വരും, എടാ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഇദ്ദേഹം ഇതിന്റെ പിന്നിൽ തന്നെ ആയിരുന്നു. എന്റെ ഊണിലും ഉറക്കത്തിലും എല്ലാ സമയങ്ങളിലും ഞാൻ ഇതിന്റെ പിന്നിൽ തന്നെ. അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് 2012 സുഖവണ്ണൻ അത് വാങ്ങി വെച്ച് 2014 അത് ഓർഡറാക്കി എഴുതി തന്നു അല്ലേ. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി? അല്ല, ഇതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളിന്റെ അടുത്ത് പറയുന്ന ആ സംസാരം, അതിന്റെ തിരിച്ചുള്ള മറുപടിയുടെ വിൽ പവർ നമ്മൾ ചിന്തിക്കണം. അതാണ്. അപ്പൊ നമ്മളൊന്ന് പറയുമ്പോ ആ മറുപടി നമുക്കും കൂടി നാളെ ഈ വിൽ പവറിൽ തിരിച്ചടിക്കരുത്. അത് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്, നമ്മളല്ല.